നമ്മളിന്ന് സിലിഗുരിയിൽ നിന്ന് ഗാങ്ടോക്ക് പോവുകയാണ്. നമുക്ക് ചാർജിങ് സ്റ്റേഷൻസ് വളരെ കുറവാണ് ഈ റൂട്ടിൽ. ഇനിയുള്ളത് പറഞ്ഞാൽ 101 കിലോമീറ്ററിലാണ്. അപ്പോൾ ഈ കയറ്റം എല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് അവിടെ എത്താനായിട്ട്. ഇനി ഏകദേശം 90 കിലോമീറ്ററും കൂടെ ഉണ്ട് ആ ചാർജിങ് സ്റ്റേഷനിലേക്ക്. അപ്പോൾ എങ്ങനെയെങ്കിലും അവിടെ എത്താനായിട്ടുള്ള പരിശ്രമമാണ് നടത്തുന്നത്. നോക്കാം എവിടെയും വരെ പോകാൻ പറ്റും, എങ്ങനെ പോകാൻ പറ്റും. എങ്ങനെയെങ്കിലും ലക്ഷ്യസ്ഥാനത്ത് എത്തണം. വനത്തിനകത്തൂടെയാണ് പോകുന്നത്. ഫുള്ള് അങ്ങ് വരെ വനമാണെന്നാണ് കേട്ടത്. ഇപ്പം ഇനിയിപ്പം ഗാങ്ടോക്കിന് ഏകദേശം 104 കിലോമീറ്ററും കലിംപോങ്ങിന് 54 കിലോമീറ്റർ. ഇവിടെ ഫുള്ള് വനത്തിൻ്റെ സൈഡിൽ കൂടെയാണ് പോകുന്നത്. ഇവിടെ ഈ എല്ലാം വെച്ച് മറച്ചു വെച്ചേക്കുന്നതുകൊണ്ട് മൃഗങ്ങളൊന്നും റോഡിലോട്ട് ഇറങ്ങരുതെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല രസമുള്ളൊരു ടെറൈനിൽ കൂടെയാണ് പോകുന്നത്. വഴിക്ക് വീതി കുറവാണ്, എന്നാലും കുഴപ്പമില്ല. കല്ലുകളൊക്കെ ഉന്തി തള്ളി നിൽക്കുന്നതുകൊണ്ട് സൂക്ഷിച്ച് ഓടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ വലത്തുവശത്ത് കാണുന്ന റിവറാണ് തീസ്ത റിവർ. നമ്മൾ ഗാങ്ടോക്കിന് പോകുന്ന വഴിക്ക് ഒരിടത്ത് കാപ്പ് കുടിക്കാൻ കയറിയതാണ്. നല്ല ആംബിയൻസ് ആണ്. ഭക്ഷണം അത്യാവശ്യം കത്തിയാണ്, പക്ഷെ നല്ല നീറ്റാണ്. ഭക്ഷണം കാര്യങ്ങളൊക്കെ നല്ല നീറ്റാണ്, രുചിയൊക്കെ ഉണ്ട്. നമ്മുടെ വലത്തുവശത്ത് കുറേ നേരമായിട്ടൊരു ആറുണ്ട്, തീസ്ത റിവർ. ഒന്നാമത് നല്ല ഡേഞ്ചറസ് വഴിയാണ്. ലാൻഡ് സ്ലൈഡിങ് ഒരു സ്ഥലത്ത് ഒരു സൈഡിൽ കൂടെ, പണി ഒരു സൈഡിൽ കൂടെ. നമ്മളിങ്ങനെ റോഡിൻ്റെ ആറിൻ്റെ തീരത്തൂടെയാണ് പോകുന്നത്. കണ്ടാൽ നമുക്ക് തന്നെ പേടിയാവും. എല്ലാവരും കെട്ടിപ്പോവുക, കെട്ടയിടിക്കുക, കെട്ടിപ്പോവുക, കെട്ടയിടിക്കുക. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വിട്ടിട്ട് ഈ ഗാങ്ടോക്കിലോട്ട് മൊത്തം മിലിറ്ററിയുടെ കയ്യിലാണ്. വലിയ റോളൊന്നും വേറെ ആർക്കും ഇല്ല ഇവിടെ. കാരണം വെച്ചാൽ ഗാങ്ടോക്ക് കഴിഞ്ഞാൽ പിന്നെ അടുത്ത രാജ്യമാണല്ലോ. അതുകൊണ്ട് ഇതുവഴി യാത്ര ചെയ്യുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഏതെങ്കിലും സൈഡിൽ നല്ല സൈറ്റ് സീൻ ഉണ്ടെന്ന് വെച്ച് സൈഡിൽ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാണ്ട് നിന്ന് കഴിഞ്ഞിട്ടുണ്ടല്ലേ, ചിലപ്പം വണ്ടി നമ്മൾ ഉൾപ്പെടെയോ ഇല്ല ഫോട്ടോ എടുത്തിട്ട് വരുമ്പോൾ വണ്ടി ഉൾപ്പെടെയോ നദിക്കകത്ത് പോകാൻ സാധ്യതയുണ്ട്. കാരണം വെച്ചാൽ ഒരു തിട്ടക്കൊന്നും ഒരു ബലവും ഇല്ല. പോയാൽ പോയി. ചിലയിടത്തൊക്കെ ഒരു വണ്ടി പോകാനുള്ള വീതി വരെ ഉള്ള സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ട് ഇതുണ്ടോ, ഇത് അതൊക്കെ ഇടിഞ്ഞു പോയതാ. അത് ഫുൾ ഇടിഞ്ഞു വന്നാ കേട്ടോ. ഉപ്പുകല്ല് പോലാണ് ഇവിടുത്തെ പാറയൊക്കെ ഉള്ളത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഡ്രൈവർമാർ കൂടുതൽ കാഴ്ച കാണാതിരിക്കുക. വല്ലവരും കൂടെയുള്ളവരോട് വീഡിയോ എടുത്തിട്ട് പിന്നെ കാണിക്കുക. മിലിറ്ററിയുടെ ഒരു വണ്ടി വരുന്നുണ്ട്. തീസ്ത റിവറിലെ മെയിനായിട്ടുള്ളൊരു അഡ്വഞ്ചറസ് സ്പോട്ടാണ് റിവർ റാഫ്റ്റിങ്. ഒരുപാട് പേര് ഇതിനകത്തൂടെ റാഫ്റ്റ് ചെയ്ത് വരുന്നത് കാണാം. അങ്ങനെ ഒരു ടീം വരുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ നിർത്തി വീഡിയോ എടുത്തതാണ്. അത് ശരിക്കും നല്ല ഡേഞ്ചറസ് ആണ്. എന്തുമാത്രം ആഴം ഉണ്ടെന്നുള്ളത് നമുക്കറിയത്തില്ല, പക്ഷേ നല്ല ഒഴുക്കുണ്ട്. ഇവിടുത്തും ഈ ഇടിച്ചിലും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും കൺസ്ട്രക്ഷന് ഒരു മയവും ഇല്ല. ഇഷ്ടംപോലെ കൺസ്ട്രക്ഷനുണ്ട്. എനിക്ക് തോന്നുന്നു റോഡെല്ലാം സേഫ് ആക്കുന്നതിന് ഭാഗമായിട്ട് ടണലിൽ കൂടെ ക്രോസ് ചെയ്ത് പോകാനായിട്ടുള്ള സിസ്റ്റം ആക്കുന്നുണ്ട് അവർ. കാരണം മിക്കയിടത്തും ടണലിൻ്റെ പണികൾ നടക്കുന്നുണ്ട്. പാലത്തിൻ്റെയും ടണലിൻ്റെയും പണികൾ മിക്കയിടത്തും നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവും തോന്നുന്നില്ല. നമ്മളങ്ങനെ സിക്കിമിൽ കയറി ഗാങ്ടോക്കിന് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇനി ഒരു 10-40 കിലോമീറ്റർ കൂടെ ഉണ്ടെങ്കിൽ ഗാങ്ടോക്ക് എത്തും.
നമ്മൾ അവിടെ നിന്ന് പോരുമ്പം തൊട്ട് തീസ്താ റിവറിൻ്റെ സൈഡിൽ കൂടിയാണ് പോരുന്നത്. കാഴ്ചകളൊക്കെ അതിമനോഹരമാണ്. വഴിയാണെങ്കിൽ അതിഭീകരവും അപകടം പിടിച്ച വഴിയാണ്. ലാൻഡ് സ്ലൈഡിന് ഒരു പഞ്ഞോ ഇല്ലാത്ത സ്ഥലം. അവിടുത്തെ കല്ലുകളുടെയൊക്കെ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒന്നിന് പിറകെ ഒന്ന് അടുക്കി വെച്ചേക്കുന്ന പോലത്തെ കല്ലുകളാണ്. അതുകൊണ്ട് അപകടം എപ്പം വേണമെങ്കിലും വരാം. നല്ല കയറ്റമുണ്ട്, നല്ല ഇറക്കമുണ്ട്, എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു സംഭവം. പക്ഷേ വരാതിരുന്നായിരുന്നെങ്കിൽ ഒരു നഷ്ടമായി പോയാൽ ഈ വഴി. ഗാങ്ടോക്കിൽ ചെന്ന് കഴിയുമ്പോൾ അതിമനോഹരമായ കാഴ്ചകൾ കാണിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഞങ്ങൾ സിലിഗുരിക്കും ഗാങ്ടോക്കിനും ഇടയ്ക്കുള്ള ചാർജിങ് സ്റ്റേഷനിൽ ചാർജ് ചെയ്തു. ഓറഞ്ച് വില്ലേജ് റിസോർട്ട് എന്ന് പറയുന്ന റിസോർട്ടിലാണ് ടാറ്റ പവറിൻ്റെ ചാർജിങ് സ്റ്റേഷനുള്ള. അവിടുന്ന് ഫുള്ളാക്കിയതിന് ശേഷം ഞങ്ങൾ ഗാങ്ടോക്കിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഏകദേശം 12 കിലോമീറ്റർ ഉണ്ട്. ആ പോകുന്ന വഴിക്ക് എവിടെയാണ് പെർമിറ്റ് ഓഫീസ് എന്നുള്ളതൊന്ന് കണ്ടുപിടിച്ചിട്ട് വേണം കയറിപ്പോകാൻ. ഈ ഗാങ്ടോക്കിലെ ആൾക്കാരുടെ ഡ്രൈവിങ്ങിൻ്റെ രീതികളൊക്കെ നമുക്കും അന്വർത്ഥമാക്കാവുന്ന കാര്യമാണ്. അവർ ഓവർടേക്ക് ചെയ്യുകയില്ല. ഒരു ബ്ലോക്കാണെങ്കിൽ അവർ കറക്റ്റായിട്ട് പുറകെ നിൽക്കും. വല്ല ബൈക്കുകാരും കയറിക്കൊണ്ട് പോയാലല്ലാതെ ബസ്സോ അങ്ങനത്തെ ഒന്നും കയറ്റിക്കൊണ്ട് വരികയില്ല. എല്ലാവരും പുറകെ നിന്ന് സമയം എടുത്തേ കയറിപ്പോവുള്ളൂ. അത് ഒരു നല്ലൊരു കാര്യമായിട്ടാണ് തോന്നിയേക്കുന്നത്. ഈ ഹോട്ടലിലാണ് നമ്മൾ താമസിക്കുന്നത്. താഷി ഹെറിറ്റേജ് എന്ന് പറഞ്ഞാണ് ഈ ഹോട്ടലിൻ്റെ പേര്. ഇവിടെ നമുക്ക് EV ചാർജിങ്ങിനുള്ള പവർ പ്ലഗ് പ്രൊവൈഡ് ചെയ്യാമെന്നവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഇനിയിപ്പം കൊണ്ടുചെന്നിട്ട് നമ്മൾ ചാർജ് ചെയ്യാനിടും. നല്ല ഫുഡും കാര്യങ്ങളും നല്ല പെരുമാറ്റവും സ്റ്റാഫിൻ്റെ നല്ല നീറ്റ് റൂംസും ഒക്കെയാണ്. റേറ്റും വലിയ കുഴപ്പമില്ല, റീസണബിളാണ്.